അദ്ദേഹം തുടർന്ന് സംസാരിക്കുകയാണ്. ഐ ഹാവ് വാണ്ടഡ് ടു ഗെറ്റ് ഇൻ ടച്ച് വിത്ത് യു ഫോർ മെനി ഇയേഴ്സ്. കുറേ വർഷമായിട്ട് താങ്കളുമായിട്ട്, ഡോക്ടറുമായിട്ട് ബന്ധപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വെന്റ് ഓൺ, അദ്ദേഹം തുടർന്നു. അണ്ടർ ദി ഇൻക്രീസിങ് സ്ട്രെസ്, വർദ്ധിക്കുന്ന പ്രയാസത്തോട്, മാനസിക പ്രയാസത്തോടു കൂടി അദ്ദേഹം വാക്കുകൾ തുടർന്നു. ബട്ട് ഐ വാസ് നെവർ ഏബിൾ ടു ബ്രിങ് മൈ സെൽഫ് ടു ഡു സോ. പക്ഷേ എനിക്ക് ഒരിക്കലും അതിന് സാധ്യമായില്ല. ദെൻ ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം ബെൻഡിങ് നിയർ ഹി സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ടെൻസ്ലി ഇൻ മൈ ഇയേഴ്സ്. എൻ്റെ അടുത്തേക്ക് ചരിഞ്ഞിരുന്നു കൊണ്ട് വളരെയധികം ടെൻസ്ഡ് ആയിക്കൊണ്ട്, വളരെ മാനസിക ടെൻഷൻ അനുഭവിക്കുന്ന രൂപത്തിൽ എൻ്റെ കാതുകളിലേക്ക് അദ്ദേഹം ചില വാക്കുകൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ടപ്പോൾ ആ വാക്കുകൾ സ്ലോലി ദ വെയിൽസ് പാർട്ടഡ്. എൻ്റെ മറവിയുടെ മറ നീക്കി. വെയിൽസ് മീൻസ് കവർ, പാർട്ടഡ് മീൻസ് റിമൂവ്ഡ് എന്നുള്ള അർത്ഥം. എൻ്റെ മറവിയുടെ ആ മറ, ആ വാക്കുകൾ നീക്കി തന്നു. മൈ തോട്ട്സ് ബെറ്റ് ബാക്ക് എ ക്വാർട്ടർ ഓഫ് എ സെഞ്ചുറി. എൻ്റെ ചിന്തകൾ 1/4 നൂറ്റാണ്ട് പിറകോട്ട് അതിവേഗം കുതിച്ചു. സ്പെഡ് മീൻസ് പാസ്റ്റ് ഓഫ് ദി സ്പീഡ്. സ്പീഡ് എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് സ്പെഡ്. കുതിച്ചു പാഞ്ഞു. ആൻഡ് വിത്ത് എ ഷോക്ക്. സ്റ്റാർട്ട് മീൻസ് ഷോക്ക്. ഒരു ഞെട്ടലോടുകൂടി ഐ റിമെമ്പർ ദ സോൾ ഒക്കേഷൻ വെൻ ഐ ഹാഡ് സീൻ ദിസ് മാൻ ബിഫോർ. ഞാൻ ഓർത്തെടുത്തു, ഈ വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ മുമ്പ് കണ്ട ആ ഏക നിമിഷം, ആ അവസരത്തെ ഞാൻ ഓർത്തെടുത്തു. സോൾ മീൻസ് ഓൺലി, ഏക അവസരം. ഇതിനു മുമ്പ് ജീവിതത്തിൽ ഞങ്ങൾ പരസ്പരം കണ്ട ആ ഒരൊറ്റ നിമിഷം, ആ സന്ദർഭം ഞാൻ ഇപ്പോൾ ഓർത്തെടുത്തു. I was a young doctor at the time and had just set up a practice in a working class district of London. ആ കാലത്ത് ഞാൻ ലണ്ടനിലെ വർക്കിംഗ് ക്ലാസ്, സാധാരണക്കാര്, തൊഴിലാളികളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശത്ത് ജസ്റ്റ് മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയ ഒരു യുവ ഡോക്ടറായിരുന്നു. On a foggy November night towards 1 o'clock, I was awakened by a loud banging on the door. ഒരു നവംബർ രാത്രിയിൽ, നല്ല മൂടൽ മഞ്ഞുള്ള ഒരു രാത്രിയിൽ ഏകദേശം 1 മണി സമയത്ത് വാതിലിൽ ശക്തമായി തട്ടുന്ന ശബ്ദം കേട്ട് ഞാൻ ഉറക്കിൽ നിന്ന് ഉണർന്നു. എവേക്കൻഡ് എന്ന് പറഞ്ഞാൽ ഉണർന്നു. ബാങ്ങിങ്, എ ലൗഡ് നോയ്സ്, എ ലൗഡ് നോക്കിംഗ് നോയ്സ്, വാതിലിൽ തട്ടുന്ന ശക്തമായ ശബ്ദം. ഹറീഡ്ലി, ക്വിക്ക്ലി, വളരെ പെട്ടെന്ന് ഐ ത്രൂ ഓൺ സം ക്ലോത്ത്സ് ആൻഡ് വെന്റ് ഡൗൺ സ്റ്റേഴ്സ്. ഞാൻ എൻ്റെ വസ്ത്രങ്ങളൊക്കെ ഒരുവിധം വാരി വലിച്ച് ധരിച്ച് താഴേക്ക് ഇറങ്ങി വന്നു. ത്രൂ ഓൺ സം ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ വളരെ കെയർലെസ് ആയിട്ട്, വളരെ ഹറീഡ് ആയിട്ട്, വളരെ പെട്ടെന്ന് വസ്ത്രങ്ങൾ വല്ല വിധേനയും ധരിച്ചുകൊണ്ട് എന്നർത്ഥത്തിലേക്ക്. ആൻഡ് വെൻ ഡൗൺ സ്റ്റേഴ്സ്, ഞാൻ താഴത്തേക്ക് ഇറങ്ങി വന്നു. ഇറ്റ് വാസ് എ സർജന്റ് ഓഫ് പോലീസ് ഇൻ എ ഡ്രിപ്പിംഗ് ഹെൽമെറ്റ് ആൻഡ് കേപ്പ്. അപ്പോൾ അവിടെ നിൽക്കുന്നത് കണ്ടു ഒരു പോലീസ് സർജന്റ്, ഒരു പോലീസ് കോൺസ്റ്റബിൾ. അദ്ദേഹത്തിന്റെ ഹെൽമെറ്റിൽ നിന്നും അദ്ദേഹം ധരിച്ചിരിക്കുന്ന കേപ്പ്, ഓവർകോട്ട്, വളരെ നീണ്ട ആ ഗൗണിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഉറ്റുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിച്ചു. അദ്ദേഹം നിൽക്കുന്നത് മിസ്റ്റ്ലി ഔട്ട്ലൈൻ ഓൺ ദ ഡോർ സ്റ്റെപ്പ്. എൻ്റെ വാതിലിന് മുമ്പിൽ മഞ്ഞിലെന്ന പോലെ, അതല്ലെങ്കിൽ അവ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ പോലെ ആണ് എനിക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. മിസ്റ്റ്ലി മീൻസ് അൺക്ലിയർലി, അവ്യക്തമായിട്ട്. ലൈക്ക് ഇൻ മിസ്റ്റ്, മഞ്ഞിലെന്ന പോലെ എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞു, എ സൂയിസൈഡ് കേസ്, ഹി ടോൾഡ് മീ അബ്രപ്റ്റ്ലി. വളരെ പെട്ടെന്ന് അദ്ദേഹം ഒറ്റ ശ്വാസത്തിലേക്ക് പറഞ്ഞു, ഒരു സൂയിസൈഡ് കേസ്, ഒരു ആത്മഹത്യാ കേസ്, ഒരു ശ്രമം നടന്നിട്ടുണ്ട്. ഇൻ ദ ലോഡ്ജിങ്സ് അറൗണ്ട് ദ കോർണർ, ഞങ്ങളുടെ ആ ചുറ്റുവട്ടത്തുള്ള ഒരു ലോഡ്ജിൽ. ആൻഡ് ഐ ഹാഡ് ബെറ്റർ കം അറ്റ് വൺസ്. ഞാൻ വളരെ പെട്ടെന്ന് ഒന്ന് ചെന്നാൽ നന്നായിരുന്നു എന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു. അറ്റ് വൺസ് മീൻസ് സൂൺ, പെട്ടെന്ന്. We walked the short distance in silence, even our footsteps muffled by the fog, and turned into the narrow entrance of an old building. ഞാനും പോലീസ് കോൺസ്റ്റബിളും കൂടെ കുറഞ്ഞ അകലമുള്ള ആ ദൂരം നടന്നു. ശക്തമായ മഞ്ഞില് ഞങ്ങളുടെ ഫുട് സ്റ്റെപ്പ് സൗണ്ട് പോലും, പാദപതന ശബ്ദം പോലും മഫിൾഡ്, സൈലൻസ്ഡ് ആയിരുന്നു. തികഞ്ഞ നിശബ്ദതയിലാണ് ഞങ്ങൾ നടക്കുന്നത്. ആൻഡ് ടേൺഡ് ഇൻ ടു ദ നാരോ എൻട്രൻസ് ഓഫ് ആൻ ഓൾഡ് ബിൽഡിംഗ്. ഒരു പഴഞ്ചൻ ബിൽഡിങ്ങിന്റെ ഇടുങ്ങിയ കവാടത്തിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. ആസ് വി മൗണ്ടഡ് ദ ക്രീക്കിംഗ് സ്റ്റെയർകേഴ്സ്, കിരികിരെ ശബ്ദമുണ്ടാക്കുന്ന, കോണിപ്പടികൾ ശബ്ദമുണ്ടാക്കുന്ന ഒരു കോണി കയറി ഞങ്ങൾ മൗണ്ടഡ്, മുകളിലത്തെ നിലയിലേക്ക് കയറി. മൈ നോസ്ട്രിൽസ് were stung by the sick sweet odor of illuminating gas. അപ്പോൾ ഞങ്ങൾക്ക് കത്തുന്ന ഗ്യാസിന്റെ, അതല്ലെങ്കിൽ പാചക ഗ്യാസിന്റെ മനമടുപ്പിക്കുന്ന ആ രൂക്ഷഗന്ധം ഞങ്ങളുടെ എൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. നോസ്ട്രിൽസ് എന്ന് പറഞ്ഞാൽ മൂക്കിന്റെ ദ്വാരം, സ്റ്റങ് തുളച്ചു കയറി, സിക്ക് സ്വീറ്റ് മനം മടുപ്പിക്കുന്ന, ഓർഡർ സ്മെൽ, ഇലൂമിനേറ്റിംഗ് ഗ്യാസ്
ബേണിംഗ് ഗ്യാസ് എന്നർത്ഥം. ഓൺ ദി അപ്പർ സ്റ്റോറി, മുകളിലത്തെ നിലയിൽ, ദി അജിറ്റേറ്റഡ് ലാൻഡ് ലേഡി, ദേഷ്യം പിടിച്ചിരിക്കുന്ന ആംഗ്രി ലാൻഡ് ലേഡി, ഈ ലോഡ്ജിന്റെ ഉടമയായ സ്ത്രീ, ഷോഡസ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു, അല്ലെങ്കിൽ ഞങ്ങളെ നയിച്ചു, ടു എ ബെയർ ലിറ്റിൽ ആറ്റിക്ക, വളരെ ഇടുങ്ങിയ ഒരു അട്ടം പോലുള്ള ബെയർ, ഫേർണിച്ചറുകളൊന്നുമില്ലാത്ത ഒരു ഇടുങ്ങിയ മുറിയിലേക്ക് ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. അവിടെ സ്ട്രെച്ച്ഡ് ഓൺ എ നാരോ ബെഡ്, ഒരു വീതി കുറഞ്ഞ ഒരു ബെഡിൽ നിവർന്ന് കിടക്കുന്നുണ്ട്, ലേ ദ ബോഡി ഓഫ് എ യങ് മാൻ, ഒരു ചെറുപ്പക്കാരൻ്റെ ശരീരം കിടക്കുന്നത് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അതല്ലെങ്കിൽ അവിടെ ഞങ്ങൾ എത്തി. Although apparently lifeless, there remained the barest chance that the youth was not quite beyond recall. പ്രത്യക്ഷത്തിൽ ജീവനില്ലാത്ത ഒരവസ്ഥയിലാണ് ആ യുവാവ് കാണപ്പെട്ടതെങ്കിലും ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയാത്ത വിധം അദ്ദേഹത്തിന്റെ അവസ്ഥ കടന്നുപോയിട്ടില്ല എന്ന് തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. ഒരു നേരിയ സാധ്യത ഇപ്പോഴും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പാരന്റ്ലി മീൻസ് ഇൻ അപ്പിയറൻസ്, പ്രത്യക്ഷത്തിൽ. ദ ബെയറസ്റ്റ് ചാൻസ് മീൻസ് ദ സ്മോളസ്റ്റ് ചാൻസ്, നേരിയ സാധ്യത. റീകോൾ മീൻസ് ടു ബ്രിങ് ബാക്ക് ടു ലൈഫ്, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. അതുകൊണ്ട് വിത്ത് എ സർജൻസ് ഹെൽപ്പ് ഐ ബിഗാൻ ദ വർക്ക് ഓഫ് റിസസിറ്റേഷൻ. ആ പോലീസ് സർജന്റിന്റെ സഹായത്തോടു കൂടി ഞാൻ റിസസിറ്റേഷൻ വർക്കുകൾ ആരംഭിച്ചു. റിസസിറ്റേഷൻ വർക്കുകൾ എന്നോട് ഉദ്ദേശിക്കുന്നത് ദി ആക്ട് ഓഫ് ബ്രിങ്ങിങ് ബാക്ക് ടു ലൈഫ് ഓർ ടു എ കോൺഷ്യസ് സ്റ്റേറ്റ്. അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥയിലേക്ക്, അതല്ലെങ്കിൽ ഗുരുതരമായ ഒരു സാഹചര്യത്തിൽ നിന്ന് ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക, അത്തരം പ്രവൃത്തികൾക്കാണ് റിസസിറ്റേഷൻ വർക്കുകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഫോർ ആൻ എൻറ്റയർ അവർ വി ലാബേർഡ് വിതൗട്ട് സക്സസ്. ഒരു മണിക്കൂർ സമയം ഞങ്ങൾ വിജയം കാണാതെ അധ്വാനിച്ചു. ഡെസ്പൈറ്റ് അവർ മോസ്റ്റ് സ്ട്രെനസ് എക്സേർഷൻസ് ഇറ്റ് അപ്പിയർഡ് യൂസ്ലെസ്. കഠിനമായി ഞങ്ങൾ അധ്വാനിച്ചെങ്കിലും, ഒരുപാട് ഊർജം ചെലവഴിച്ചുകൊണ്ട് അധ്വാനിച്ചെങ്കിലും എല്ലാം യൂസ്ലെസ്സായി, നിഷ്ഫലമായിട്ട് മാറി. സ്ട്രെനസ് എക്സേർഷൻസ് മീൻസ് എഫേർട്സ് നീഡിങ് ഗ്രേറ്റ് എഫേർട്സ് ഓർ എനർജി, ശക്തമായിട്ടുള്ള ഊർജം അല്ലെങ്കിൽ അധ്വാനം ആവശ്യമുള്ള പ്രവൃത്തികൾ എന്നർത്ഥം. എല്ലാം തന്നെ നിഷ്ഫലമായിട്ടാണ് മാറിയത്. ദെൻ ആസ് വി വെർ അബൌട്ട് ടു ഗിവ് അപ്പ്, അങ്ങനെ ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട്, കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ്, പൂർണ്ണമായിട്ടും ടയേർഡ് ആയിക്കൊണ്ട് ശ്രമമെല്ലാം ഉപേക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ, ദ ബ്രോക്ക് ഫ്രം ദ പേഷ്യന്റ് എ ഷാലോ കൺവൾസീവ് ഗ്യാസ്. അതാ രോഗിയിൽ നിന്ന് ഇപ്പോൾ വളരെ നേരിയ, മസിലുകളെല്ലാം ശരീരമെല്ലാം വലിഞ്ഞു മുറുകുന്ന അവസ്ഥയിൽ ഒരു ദീർഘനിശ്വാസത്തിന്റെ, അതല്ലെങ്കിൽ ഒരു കിതപ്പിന്റെ ശബ്ദം പുറത്തേക്ക് വന്നു. കൺവൾസീവ് ഗ്യാസ്പ്, മസിലുകൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയിൽ ഗ്യാസ്പ്, ഒരു കിതപ്പ്, അതല്ലെങ്കിൽ ശ്വാസമെടുക്കുന്ന ഒരു ശബ്ദം ഇപ്പോൾ പുറത്തേക്ക് വന്നു. ഹാഫ് ആൻ അവർ ഓഫ് റീഡബിൾഡ് എഫേർട്സ്, വീണ്ടും അരമണിക്കൂർ ശക്തമായി അധ്വാനിച്ചതിന്റെ ഫലമായിട്ട്, ആൻഡ് വി ഹാഡ് ദി യൂത്ത് സിറ്റിംഗ് അപ്പ് ഗേസിംഗ് അറ്റ് us ഡാസർലി, ആ യുവാവിനെ ഞങ്ങൾ എഴുന്നേറ്റ് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അദ്ദേഹം ഇപ്പോൾ എഴുന്നേറ്റിരിക്കുകയാണ്. ഗേസിംഗ് അറ്റ് ആസ് ഡാസർലി, ഞെട്ടിക്കൊണ്ട്, പേടിച്ചുകൊണ്ട് ഞങ്ങൾ തുറിച്ചു നോക്കുന്ന ഒരവസ്ഥയിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത്. ഗേസിംഗ് മീൻസ് ലുക്കിംഗ്, ഡാസർലി ഇൻ ഷോക്ക്, ഭയപ്പെട്ടുകൊണ്ട്, ഞെട്ടിക്കൊണ്ട്. സ്ലോലി ഹി സീംഡ് ടു ബി റിയലൈസിംഗ് ദ ഹൊറർ ഓഫ് ഹിസ് സിറ്റുവേഷൻ. ക്രമേണ അദ്ദേഹത്തിന് തൻ്റെ സാഹചര്യത്തിൻ്റെ ഭീകരമായ അവസ്ഥ ബോധ്യപ്പെടുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നി. ആസ് ഹി റീഗെയിൻ ഹിസ് സ്ട്രെങ്ത് ഹി ടോൾഡ് us his സ്റ്റോറി. തനിക്ക് ശക്തിയൊക്കെ വീണ്ടും കിട്ടിയപ്പോൾ, ആരോഗ്യം വീണ്ടും കിട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥകൾ ഞങ്ങളോട് പറഞ്ഞു. ഹിസ് പാരൻസ് വെർ ഡെഡ്. അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളെല്ലാം മരണപ്പെട്ടിരുന്നു. An Angler found him a position as clerk in a London solicitor's office. ലണ്ടനിലെ സോളിസിറ്റേഴ്സ് ഓഫീസിലെ, ലോയേഴ്സ് ഓഫീസിൽ ഒരു ക്ലർക്കിന്റെ ജോലി അദ്ദേഹത്തിന് തൻ്റെ അമ്മ അവനാണ് നേടിക്കൊടുത്തത്. He had been in the city only 6 months. പട്ടണത്തിൽ അദ്ദേഹം എത്തിയിട്ട് 6 മാസക്കാലം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. Utterly friendless, തീരെ സുഹൃത്തുക്കൾ ആരും തന്നെ ഇല്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ. He had fallen victim to the low society of the streets. തെരുവിലെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഇരയാക്കപ്പെട്ടു. ഈ ഒരു അവസ്ഥയിൽ ഹി ഹാഡ് മെയ്ഡ് ബാഡ് കമ്പാനിയൻസ്, വളരെ മോശം ചില കൂട്ടുകെട്ടുകളും അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. ആൻഡ് ലൈക്ക് എ യങ് ഫൂൾ, ഒരു ചെറുപ്പക്കാരനായി വിഡ്ഢിയെപ്പോലെ, ഈഗർ ടു ടേസ്റ്റ് പ്ലഷർ, ജീവിതത്തിലെ സുഖസൗകര്യങ്ങളെ ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർ ബിയോണ്ട് ഹിസ് മീൻസ്,
തൻ്റെ വരുമാനത്തിലും കവിഞ്ഞ രൂപത്തിൽ ജീവിതത്തിലെ സുഖസൗകര്യങ്ങൾക്ക് പിന്നാലെ മോഹിച്ച് ഓടി നടന്നുകൊണ്ട് ഹി ഹാഡ് ബിഗൺ ടു ബെറ്റ് ഓൺ ഹോഴ്സസ്, കുതിരപ്പന്തയങ്ങളിലെല്ലാം അദ്ദേഹം പണം ചെലവഴിക്കാറ് പതിവായിരുന്നു. സൂൺ ഹി ഹാഡ് ലോസ്റ്റ് ഓൾ ഹിസ് സ്മോൾ സേവിങ്സ്. അങ്ങനെ വളരെ പെട്ടെന്ന് തൻ്റെ ചെറിയ വരുമാനം, സമ്പാദ്യമെല്ലാം അദ്ദേഹത്തിന് നഷ്ടമാവുകയും ചെയ്തു. ഈ ഒരു അവസ്ഥയിൽ ഹി ഹാഡ് പ്ലേജ്ഡ് ഹിസ് ബിലോങ്ങിങ്സ്, തൻ്റെ കൈവശമുണ്ടായിരുന്ന തൻ്റെ വസ്തുക്കളെല്ലാം തന്നെ അദ്ദേഹം പ്ലേജ് ചെയ്തു, അദ്ദേഹം പണയപ്പെടുത്തി. ആൻഡ് ഓവ്ഡ് ദ ബുക്ക് മേക്കർ എ ഡിസാസ്ട്രസ് എമൗണ്ട്. ബുക്ക് മേക്കർക്ക് വളരെ ഭീകരമായ, വളരെ വലിയ തോതിലുള്ള ഒരു സംഖ്യ കടമായി കൊടുക്കാനും ഉണ്ടായി. ബുക്ക് മേക്കർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബെറ്റുകളിലെല്ലാം ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്ന, ഇരു വിഭാഗങ്ങളുടെയും ഒരു മധ്യസ്ഥനായി പ്രവർത്തിക്കുന്ന ആൾക്കാണ് ബുക്ക് മേക്കർ എന്ന് പറയുക. അദ്ദേഹത്തിന് എ ഹ്യൂജ് എമൗണ്ട്, ഡിസാസ്ട്രസ് എമൗണ്ട് കടം കൊടുക്കുന്ന രൂപത്തിലേക്ക് ഇദ്ദേഹം കടക്കാരനും ആയിത്തീർന്നു. ഇൻ ആൻ എഫേർട്ട് ടു റീകൂപ്പ്, എല്ലാം വീണ്ടെടുക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായി, റീകൂപ്പ് മീൻസ് റീഗെയിൻ വാട്ട് ലോസ്റ്റ്, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കുക എന്ന ശ്രമത്തിന്റെ ഭാഗമായി he had taken a sum of money from the office safe. താൻ ജോലി ചെയ്യുന്ന ഓഫീസിലെ അലമാരയിൽ നിന്ന് ഇദ്ദേഹം ഒരു ചെറിയ തുക മോഷ്ടിക്കുകയും എടുക്കുകയും ചെയ്തു. ഫോർ എ ഫൈനൽ ഗാമ്പിൾ, ഒരു അവസാന ചൂതാട്ടത്തിന് വേണ്ടിയിട്ട്. ദാറ്റ് ഹി വാസ് അഷ്വർഡ് വാസ് certain to win. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ അവസാന ചൂതാട്ടം വിജയിക്കും, പണം നേടും എന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഉറച്ച് വിശ്വസിച്ചിരുന്നത്. ബട്ട് ദിസ് ലാസ്റ്റ് റിസോർട്ട് ഹാഡ് ഫെയിൽഡ്. പക്ഷേ ഈ അവസാന ആശ്രയവും പരാജയപ്പെട്ടു. ടെറിഫൈഡ് ഓഫ് ദി പ്രോസിക്യൂഷൻ ദാറ്റ് മസ്റ്റ് ഫോളോ, തീർച്ചയായിട്ടും മോഷണത്തിന് വേണ്ടി നിയമ നടപടികൾ ഉണ്ടാകും, അതിനെക്കുറിച്ച് ടെറിഫൈഡ്, ഭയപ്പെട്ടുകൊണ്ട്, സിക്ക് അറ്റ് ഹാർട്ട്, ഹൃദയത്തിൽ ഹൃദയവേദന അനുഭവിച്ചുകൊണ്ട്, സങ്ക് ഇൻ ഡിസ്പയർ, നിരാശയിൽ വീണുകൊണ്ട്, he had shut himself in his room and turned on the gas. അദ്ദേഹം തൻ്റെ റൂമിൽ കയറി വാതിലടച്ച് ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്ത് ഇങ്ങനെയാണ് അദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്നീ കഥകളെല്ലാം അദ്ദേഹം വിശദീകരിച്ച് പറഞ്ഞു. A long bar of silence throbbed in the little attic when he concluded this halting confession. അദ്ദേഹം തന്റെ കുറ്റസമ്മതമെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ ആ ഇടുങ്ങിയ മുറിയാകെ ദീർഘനേരത്തേക്ക് നിശബ്ദത തളം കെട്ടിയ ഒരവസ്ഥയിലായി. എ ലോങ് ബാർ ഓഫ് സൈലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എ ലോങ് ടൈം ഓഫ് സൈലൻസ്, ദീർഘനേരത്തേക്ക് നിലനിന്ന നിശബ്ദത. ത്രോബ്ഡ് ഇൻ ദ ലിറ്റിൽ ആറ്റിക്, ആ കൊച്ചു ഇടുങ്ങിയ മുറിയിൽ ആകെ നിറഞ്ഞു നിന്നു, തളം കെട്ടി നിന്നു. വെൻ ഹി ഫിനിഷ്ഡ് ദിസ് ഹാൾട്ടിംഗ് കൺഫെഷൻ, തന്റെ കൺഫെഷൻ, കുറ്റസമ്മതം അദ്ദേഹം ബ്രോക്കൺ സെന്റൻസിൽ, ഹാൾട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രോക്കൺ വേർഡ്സ് ഓർ ബ്രോക്കൺ സെന്റൻസസ്, മുറിഞ്ഞ വാക്കുകളിൽ, മുറിഞ്ഞ വാചകങ്ങളിൽ അദ്ദേഹം കുറ്റസമ്മതം പറഞ്ഞു തീർത്തപ്പോൾ ആ മുറിയാകെ നിശബ്ദതയിലാണ്ടു എന്നർത്ഥം. Then gruffly the sergeant asked how much he had stolen. ഈ സന്ദർഭത്തിൽ പോലീസ് സർജൻ വളരെ റഫായ ശബ്ദത്തിൽ, പരുക്കൻ ശബ്ദത്തിൽ ഉറക്കെ ചോദിച്ചു എത്രയാണ് അദ്ദേഹം മോഷ്ടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. Gruffly means roughly. 7 pounds 10 shillings. The answer sounded pitiful. 7 പൗണ്ടും 10 ഷില്ലിങ്ങും എന്നുള്ള ആ മറുപടി ആ നിശബ്ദതയിൽ വളരെ ദയനീയമായിട്ട് മുഴങ്ങിക്കേട്ടു. For this paltry sum he had almost thrown away his life. ഈ നിസാര തുകയ്ക്ക് വേണ്ടി തൻ്റെ വിലപ്പെട്ട ജീവൻ അദ്ദേഹം ഏകദേശം അത് തുലച്ചു കളഞ്ഞിരുന്നു, അത് നശിപ്പിച്ച് കളയുന്ന ഒരു വക്കിലെത്തിയിരുന്നു എന്നർത്ഥം. പാൾട്രി സം മീൻസ് എ സ്മോൾ എമൗണ്ട്, വളരെ നിസ്സാരമായ ഒരു തുക. There was a pause. ഇപ്പോൾ അവിടെ ആരുമൊന്നും പ്രവർത്തിക്കാത്ത, ഒന്നും പറയാത്ത ഒരു നിശ്ചലാവസ്ഥ സംജാതമായി. The three of us, the surgeon, the landlady and me, as the sole witnesses of the near tragedy, had the same unspoken thought in our minds. ഞങ്ങൾ 3 പേർക്കും, അതായത് പോലീസ് സർജൻ, ലാൻഡ് ലേഡി, ലോഡ്ജ് ഉടമ ആ സ്ത്രീ, പിന്നെ ഞാൻ, ഞങ്ങൾ 3 പേർ മാത്രമാണ് ഈ ദുരന്തത്തിന്റെ ഏക ദൃക്സാക്ഷികൾ. ഞങ്ങൾക്കെല്ലാം തന്നെ had the same unspoken thought in our minds. ഞങ്ങളുടെയൊക്കെ മനസ്സിൽ തുറന്നു പറഞ്ഞിട്ടില്ലാത്ത ഏക ചിന്തയായിരുന്നു, ഏക വികാരമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത്. അതായത് we decided to give the young man a fresh start. ഈ ചെറുപ്പക്കാരന് ഒരു പുതുജീവിതം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു പുതിയ തുടങ്ങാനുള്ള ഒരു അവസരം ആ ചെറുപ്പക്കാരന് നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചു. The sergeant, at considerable risk to his job, resolved to make no report upon the case. പോലീസ് സർജന്റ് അദ്ദേഹത്തിന്റെ ജോലിക്ക് ഭീഷണിയായിരുന്നിട്ട് പോലും
ഈ കാര്യങ്ങളൊന്നും തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല, കേസെടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചു. മോഷണം, ആത്മഹത്യാ ശ്രമം എല്ലാം തന്നെ ക്രിമിനൽ കുറ്റങ്ങളാണ്. അത് കേസ് രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഈ ചെറുപ്പക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടി തൻ്റെ സ്വന്തം ജോലിക്ക് ഭീഷണിയായിരുന്നിട്ട് പോലും അതൊന്നും രജിസ്റ്റർ ചെയ്യേണ്ട എന്ന് പോലീസ് സർജന്റ് തീരുമാനിച്ചു. സോ ദാറ്റ് നോ കോർട്ട് പ്രൊസീഡിങ്സ് വുഡ് റിസൾട്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചെറുപ്പക്കാരന്റെ പേരിൽ പിന്നീട് കോടതി നടപടികൾ ഒന്നും തന്നെ വരികയുമില്ല. The landlady offered a month's free board until he should get upon his feet again. ഈ ചെറുപ്പക്കാരൻ സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തമാകുന്ന ഒരു കാലയളവ് വരെ, ഒരു മാസക്കാലത്തേക്ക് ഫ്രീ ആയിട്ട് ബോർഡിംഗ് ആൻഡ് ലോഡ്ജിംഗ് ലാൻഡ് ലേഡി ഓഫർ ചെയ്തു. സൗജന്യമായ താമസവും ഭക്ഷണവും ലാൻഡ് ലേഡി ഓഫർ ചെയ്യുകയും ചെയ്തു. While I, making perhaps the least contribution, came forward with £7 10 for him to put back in the office safe. എന്നാൽ ഞാൻ ഏറ്റവും നിസാരമായ, ഏറ്റവും ചെറിയ ഒരു കോൺട്രിബ്യൂഷൻ, സംഭാവന മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാനും വന്നു ഈ ചെറുപ്പക്കാരനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് സേഫിൽ നിന്ന് എടുത്ത് അദ്ദേഹം ഇപ്പോൾ അവിടെ തിരിച്ചു വെക്കേണ്ടതായിട്ടുള്ള £7 10 ഈ ചെറുപ്പക്കാരന് നൽകാൻ ഞാനും മുന്നിട്ട് വന്നു. The ship moved on through the still darkness of the night. രാത്രിയുടെ നിശബ്ദമായ ഇരുട്ടിലൂടെ ഞങ്ങളുടെ കപ്പൽ എപ്പോഴും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. There was no need of speech. ആരും എന്തെങ്കിലും സംസാരിക്കുന്നതിൻ്റെ ഒരു ആവശ്യമേ ഉണ്ടായിരുന്നില്ല. With a tender gesture, Mrs. Hess had taken her husband's hand. വളരെ മൃദുലമായ ഒരു വികാര പ്രകടനത്തോടെ, ഒരു സ്നേഹപ്രകടനത്തോടെ മിസസ് ജോണസ് തൻ്റെ ഭർത്താവിൻ്റെ കൈകൾ പിടിച്ചു. And as we sat in silence, ഞങ്ങളെല്ലാവരും നിശബ്ദതയിൽ ഇരിക്കുമ്പോൾ, I could not but reflect that it was the best investment I had made in my life. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നോളം ഉണ്ടാക്കിയ എല്ലാ നിക്ഷേപങ്ങളിലും വെച്ച് ഏറ്റവും മഹത്തായ ഒരു നിക്ഷേപമായിരുന്നു ഇതെന്ന് എനിക്ക് ചിന്തിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. It had paid me no dividends in worldly goods. ഭൗതിക നേട്ടങ്ങൾ ഒന്നുമേ, ഒരു ലാഭവിഹിതവും ഭൗതിക വസ്തുക്കളുടെ രൂപത്തിൽ ഈ നിക്ഷേപം എനിക്ക് നേടിത്തന്നിട്ടില്ല എന്നിരുന്നാലും, but had turned out to be immensely profitable. ഇപ്പോഴത് ഏറ്റവും വലിയ ഒരു ലാഭം കൊണ്ടുവന്ന ഒരു നിക്ഷേപമായി അത് മാറിയിരിക്കുന്നു. It stood out against all the bad investment I had made throughout the years. ഇക്കാലം അത്രയും ഞാൻ ഉണ്ടാക്കിയ എല്ലാ മോശം നിക്ഷേപങ്ങളിൽ നിന്നും ഇത് വേറിട്ട് നിൽക്കുന്നു. ഞാൻ ഉണ്ടാക്കിയ എല്ലാ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളും ഒരുപക്ഷെ ദോസ് ഫോളിഷ് സ്പെക്യുലേഷൻസ് ഫോർ മെറ്റീരിയൽ ഗെയിൻ, ഭൗതിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എല്ലാ സ്പെക്യുലേഷൻസും, വർദ്ധിച്ച ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള നിക്ഷേപങ്ങളെല്ലാം തന്നെ എനിക്ക് നേടിക്കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിൻമെൻറ്റ് ആൻഡ് ഫ്രസ്ട്രേഷൻ, ആകാംക്ഷകളും നിരാശകളും മോഹഭംഗങ്ങളും മാത്രമാണ്. അങ്ങനെ ഞാൻ നടത്തിയ എല്ലാ ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അതിമഹത്തരമായ ഒരു നിക്ഷേപമായി എൻ്റെ £7 10 എന്നുള്ള നിക്ഷേപം ഇപ്പോൾ വർദ്ധിച്ച ലാഭം കൊണ്ടുവന്ന മഹത്തരമായ ഒരു നിക്ഷേപമായി മാറിയിരിക്കുന്നു.